ജോ ഇന്നലെ നമ്മൾ ആ ബാങ്കിൽ പോയില്ലായിരുന്നോ? അവിടെ എന്നാ ഒരു വായി നോട്ടോ, ഒരുമാതിരി പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു നോട്ടം. അയാള് നിന്നെ വായി നോക്കണമെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ നമ്മൾ ഒരാൾ കുറെ നേരം ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെ ശ്രദ്ധിക്കും. നിന്റെ വായ്നോട്ടത്തിന് നീ ഇട്ടിരിക്കുന്ന പേരാണ് ഓട്ടോമാറ്റിക്കലി. എന്റെ പൊന്നു ജോ, അതല്ല, ഒരുമാതിരി മനുഷ്യന്റെ കൺട്രോൾ പോകുന്ന പോലത്തെ ഒരു. നീ എന്തിനാണ് കണ്ട ആമ്പിള്ളേരെ നോക്കിയിട്ട് കൺട്രോൾ പോകണം? ഞാനിവിടെ ഒരുത്തല്ല, എന്നെ നോക്കിയിട്ട് നിനക്ക് കൺട്രോൾ പോയിക്കൂടെ? അതല്ല, ഇത് ദേഷ്യം വന്നിട്ട് ഒരുമാതിരി പ്രാന്ത് പിടിക്കുന്ന അവസ്ഥ എന്നാ പറഞ്ഞു. ഒരു മനുഷ്യൻ. അതായത് ഞാനൊരു കാര്യം തീരുമാനിച്ചു, അടുത്ത ജന്മത്തിൽ ഞാൻ ഒരാണായിട്ടേ ജനിക്കുന്നത്. അതാകുമ്പോ എനിക്ക് എല്ലാ പെണ്ണുങ്ങളെയും വായി നോക്കാം, ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടിയല്ലോ. ഞാൻ പെണ്ണായിട്ട് ജനിക്കും അടുത്തേമ്മ. നിങ്ങളെല്ലാത്തിനെ പെണ്ണായിട്ട് ജനിക്കുന്നത്? നമ്മളെന്ന് ഒരു പട്ടി പോലും നോക്കണല്ലോ. ഇപ്പൊ അടുത്തേമ്മ ഒരു പെണ്ണായിട്ട് ജനിക്കുക. അതാകുമ്പോ എല്ലാവരും നമ്മൾ നോക്കിക്കോളാം. എന്നിട്ട് ഞാൻ കുറെ ലിപ്റ്റിക്കും വാരി തേച്ച് ഹൈ ഹീലിന്റെ ചെരുപ്പ് ഇട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന ഉടുപ്പ് കൊടുത്തോണ്ട് റോഡിലൂടെ ഇളക്കി പറിച്ച് നടത്തോണ്ട് ഞാൻ. അല്ലേ, അടുത്ത ജന്മത്തിൽ നിങ്ങൾ പെണ്ണാണെങ്കിൽ ഉണ്ടല്ലോ, അടുത്ത ജന്മത്തിൽ നിങ്ങളെ തന്നെ എന്റെ ഭാര്യയാക്കും ഞാൻ. എന്നിട്ട് ഈ ജന്മത്തിൽ തീർക്കാൻ പറ്റാത്ത കണക്കുകളൊക്കെ ഞാൻ അങ്ങ് തീർക്കും. നീ എന്തൊരു ചില തീവ്രവാദികളെ പോലെ സംസാരിക്കുന്നു. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാൻ പെണ്ണായി കഴിഞ്ഞാൽ ഞാൻ KSRTC ബസ് കയറും. അടുത്ത ജന്മത്തിലാണെങ്കിൽ KSRTC ബസ്സിൽ പെണ്ണാണല്ലോ, ഫ്രീ ആണല്ലോ. അപ്പൊ അതിനകത്ത് കയറിയിട്ടുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഒരു നിപ്പുണ്ട് ബസ്സിനകത്ത്. ഇങ്ങനെ കമ്പിയിൽ പിടിച്ചിട്ട് ഇരിക്കുമല്ലോ, ഇതിങ്ങനെ നിൽക്കും. ഇങ്ങനെ ഒരു നിപ്പുണ്ട് ബസ്സിൽ. നീ ആണ് ആണോ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതുപോലെ നിങ്ങൾ സ്ത്രീകൾ ഇങ്ങനെ നിൽക്കുന്ന ബസ്സില്ലേ, അതിൽ കേറിയിട്ട് നിങ്ങളിങ്ങനെ തൊട്ടും കാണിക്കണത്. ഒരു പെണ്ണിനോട് എന്ത് മോശം നിങ്ങൾ കാണിക്കണത്? എന്താ പറഞ്ഞ അല്ല, എന്ത് പോക്കൃതരെ കാണിക്കണത്? അല്ലേ? അപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളാണെങ്കിൽ ഇത് മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് നിന്റെ വർക്കിനായിട്ടൊന്നും ഞാൻ എന്തോ ചെയ്തു? നീ ഒന്ന് പൊയ്ക്കേടാണ് വെറുതെ ചെയ്തു ഞാൻ പറഞ്ഞിട്ടില്ല. ആരാ? ഞാനാ രാജന്നാ. വാ കേറി വാ. ഞാൻ കുറെ നേരമായി പുറത്തുനിന്ന് കേൾക്കുവായിരുന്നു നിങ്ങളുടെ അടുത്ത ജന്മത്തെ കഥകള്. എന്ത് മനുഷ്യരാടപ്പം നിങ്ങൾ. ഈ ജന്മം ഒന്ന് മര്യാദക്ക് ജീവിക്കാൻ നോക്ക്, എന്നിട്ട് വേണ്ട അടുത്ത ജന്മത്തെ കാര്യം. അത് പിടിച്ചേ, ഇതൊരു കൂടി കുറെ ആയി പൈസ. അത് എപ്പോ തരും? ഇത് മറന്നുപോയി, ഞങ്ങൾ അവിടെ വെച്ച് മറന്നുപോയി. മറക്കും. എപ്പോഴും ഞാൻ കൊണ്ട് തരാണ്ടാവില്ല. ഈ പൈസ എപ്പോ തരും? പൈസ ഞങ്ങള് തരും. എപ്പോ? അടുത്ത ജന്മം? അല്ല, തരും അല്ലേ? എന്റെ